നമസ്കാരം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴെല്ലാവർക്കും പൊള്ളുന്നുണ്ട് അല്ലേ? നല്ലോണം പൊള്ളുന്നുണ്ട് അല്ലേ? ആ അനീഷിനെ പുറകെ നടന്ന് ആതിര എന്ന് പറയുന്ന സ്ത്രീ ഇത്രയും ദ്രോഹിച്ചപ്പോഴേ ഇവിടെയുള്ള ആർക്കും ഒരു ചൊറിച്ചിലും കണ്ടില്ലല്ലോ, ആർക്കും പൊള്ളുന്നത് കണ്ടില്ലല്ലോ. ആതില നൂറമാർ വളരെ മോശമായിട്ട് അനീഷിനെ ആക്രമിച്ചപ്പോഴേ ഇവിടെയുള്ള ആൾക്കാർക്ക് എവിടെ പോയിരുന്നു? ഇപ്പോഴും ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കരമായ കരച്ചിലാണല്ലോ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദൈവമുണ്ട് മക്കളെ, ദൈവമുണ്ട്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പിന്നെപ്പം ശിക്ഷ കിട്ടുന്നതാ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളം ഒഴിക്കലും ഭക്ഷണം കൊടുക്കാതെയും ഒക്കെ നരകിപ്പിക്കുന്നത് കാണുമ്പം നമ്മുടെ അനീഷിനെ ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല, ആദില എന്ന് പറയുന്ന ആ സ്ത്രീ അടിച്ചിട്ട് താഴെ ഇട്ടിട്ടുണ്ട്. അത് നമ്മളെ കാണിച്ചിട്ടില്ല. നമ്മളിതെങ്ങനെ അറിഞ്ഞത്? നമ്മളിത് അറിഞ്ഞത് നോമിനേഷനിൽ മാത്രമാണ്. അതായത് അതിലടിച്ചത് ശരിയല്ല എന്ന് അക്ബർ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോള് പറഞ്ഞത് എന്താണ്? നിവിനോട് നീ അനീഷിനോട് കാണിച്ചത് എന്നോടാണ് കാണിച്ചതെങ്കിൽ നീ ഇവിടുന്ന് പോകില്ല എന്നെന്തോ പറഞ്ഞിട്ട് അത് മ്യൂട്ട് ചെയ്തിരുന്നു. അത് നമ്മളെ കണ്ടില്ല, നമ്മൾ ലൈവിൽ കണ്ടില്ല. അത് നമ്മളെങ്ങനെയാ അറിഞ്ഞത്? അത് അനുമോള് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ നമ്മൾ അറിയാത്തതും കാണാത്തതുമായ പല സംഭവങ്ങളും അവിടെ നടന്നിട്ട് ഇവന്മാരുടെ വായിലൊക്കെ പഴമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴിവിടെ വന്നിട്ട് അയ്യോ അനുമോളുടെ ബെഡില് വെള്ളം ഒഴിച്ചു, അല്ലെങ്കിൽ അതേ ആദില നൂറമാർക്ക് ഭക്ഷണം കൊടുത്തില്ല, ജോലി ചെയ്യാതെ ഭക്ഷണം കൊടുക്കില്ല, ക്രൂരന്മാരായ ക്യാപ്റ്റന്മാരാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ക്രൂരന്മാരായ ക്യാപ്റ്റന്മാരെ അങ്ങനെ നെഗറ്റീവ് ആകണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ അവരുടെയൊക്കെ ക്രൂരത അർഹിക്കുന്നവരാണ് ഈ ആദില നൂറമാരായാലും അതുപോലെ ഷാനവാസ് ആയാലും പിന്നെ എന്ന് പറഞ്ഞ അനുമോളായാലും. കാരണം ഇവരൊക്കെ ഇത് അർഹിക്കുന്നവരാണ്. അല്ലാതെ ഇവരൊന്നും പുണ്യാളത്തിമാരൊന്നും അല്ല, പുണ്യാളത്തിമാരോ എന്നല്ല ഇവരൊക്കെ കൃത്യമായിട്ടെന്ന് പറയുന്ന അക്രമ സ്വഭാവമുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസിനെ പോലും വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഒരാളെ പോലും വില വെക്കാത്ത ഈ ആദില എന്ന് പറയുന്ന സ്ത്രീ, നൂറ എന്ന് പറയുന്ന സ്ത്രീയും ഒരു ജോലിയും ചെയ്യാതെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വെല്ലുവിളിച്ച് നടക്കുന്ന ഒരാളാണ്. അഹങ്കാരത്തിനൊരടി നല്ലത് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കിട്ടിയതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കയറിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, നിവിനെ എല്ലാവരും അറ്റാക്ക് ചെയ്യണ്ട. കാരണം നിവിൻ കൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറ തന്നെയാണ്. പക്ഷെ നിവിനെ പോലെ തന്നെ കൂറമാരാണ് ഇവർ മുഴുവൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഒറ്റയൊന്നും നല്ലതൊന്നുമില്ല. എല്ലാവന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരസ്യം നടിയുമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഇവന്മാർക്ക് ആവശ്യമാണ്. എനിക്ക് വളരെയധികം ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയായിരുന്നു. മനസ്സിന് സന്തോഷം തോന്നി. കാരണം നമ്മളെല്ലാവരും വളരെയധികം വിഷമിച്ച കാലം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയും കഴിഞ്ഞില്ലടോ, അത് കഴിഞ്ഞ കാലമല്ലേ എന്ന്. എടോ കഴിഞ്ഞ കാലം തന്നെ. അന്ന് ഇവന്മാർ ചിരിച്ചപ്പോഴേ അവിടെ അനീഷ് കരഞ്ഞു. അനീഷ് ചിരിക്കുമ്പോഴേ ഇവന്മാർ കരയുന്നു. അതാണ് ഞാൻ പറയുന്നത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിങ്ങനെയാണ്, കർമ്മയാണിത്. അപ്പൊ അനീഷിനെ അന്ന് കരയിച്ചു വിട്ടു. അനീഷിന്റെ ഭാഗത്ത് നിൽക്കാതെ എല്ലാവരും ഡ്രാമയാണെന്ന് പറഞ്ഞു. ഒരു ടാസ്കിൽ ജയിക്കാനായിട്ട് അനീഷ് അവിടെ പോയിരുന്ന ഡ്രാമ കാണിക്കുന്നു എന്ന് പറഞ്ഞു. കോമണർ എന്ന് പേര് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ സാബുമോൻ എന്ന് പറയുന്ന ഒരുത്തം വന്ന് കളിയാക്കിയപ്പോൾ ഇവരെല്ലാം കയ്യടിച്ചു. കയ്യടിച്ചു. ഇന്ന് ഇവന്മാർ തമ്മ തല്ലുന്നത് കാണുമ്പോയില്ലേ, അതൊരു മനസ്സിനൊരു സുഖം. ഉള്ള കാര്യം പറയുന്നത് എന്താ, നല്ല സുഖാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകൾ ഒരെണ്ണം പോലും പുണ്യാളന്മാരല്ല. ഇവറ്റകളൊക്കെ ഇത് കിട്ടേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതെപ്പോ കിട്ടേണ്ടത് തന്നെയാണ്. ഇപ്പോഴും ഇവന്മാർ മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയാണ് ഇവർക്ക്. കാരണം എന്താ വെച്ചാൽ ഒരെണ്ണത്തിന് പോലും സമാധാനമില്ലല്ലോ. അതായത് ഇന്ന് ഷാനവാസൊക്കെ കിടന്ന് മെഴുകുന്നത് കണ്ടു, അതുപോലെ തന്നെ നെവിൻ മെഴുകുന്നത് കണ്ടു. ഷാനവാസും നെവിനും വാക്കുകൾ കിട്ടാതെ ദേഷ്യം വന്ന് പരസ്പരം തല തല്ലുന്നത് നമ്മൾ ഇന്ന് കണ്ടു. അതാണ് പറയുന്നത് കർമ്മ. അതും കർമ്മയാണ്. അതുപോലെ തന്നെ ആര്യൻ, അതുപോലെ പിന്നെ അക്ബർ എന്ന് പറയുന്ന രണ്ടെണ്ണം ഇന്ന് അവിടെ നിന്നും ഓടി ഒളിച്ചു. അതായത് അവന്മാർക്ക് കിട്ടേണ്ട എന്ന് കഴിച്ച് ഓടി ഒളിച്ചു. അതും കർമ്മയാണ്, കർമ്മ. പിന്നെ ആദില നൂറമാറും അതുപോലെ അനുമോളും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. അനീഷിനെ കിടന്നുറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഇവർ അപമാനിച്ചു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നിവിൻ്റെ കൂടെ ചേർന്നിട്ട് ഇവരൊക്കെ പല പണികളും, അതായത് പലതരത്തിൽ അനീഷിനെ ഉപദ്രവിക്കാൻ നോക്കി. ആ കർമ്മ ഇന്ന് തിരിച്ചടിച്ചിട്ട് ഇവറ്റകൾ സമാധാനമില്ലാതെ, അല്ലെങ്കിൽ ആഘമാനം എന്നാ പറയേണ്ടത്, ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കർമ്മയാണ്. നമ്മൾ കർമ്മയിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്കറിയാം ഇതൊന്നും ഇവിടെയൊന്നും വെച്ച് തീരൂല.
അനീഷിനെ ആക്രമിച്ചതിൻ്റെ ഓരോ എണ്ണത്തിനും അതിൻ്റെ അത് കണക്ക് പറഞ്ഞു കിട്ടും. ഇത് തന്നെയാണ് ഇവരുടെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വേറെയൊന്നുമല്ല. കഴിഞ്ഞ തന്നെ. പക്ഷെ ഞങ്ങൾ മറക്കില്ല, ഞങ്ങളങ്ങനെ മറക്കാനും ഉദ്ദേശിക്കുന്നില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. വളരെയധികം വിഷമത്തോടു കൂടി നമ്മൾ എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ട്, ലൈവ് കണ്ടിട്ടുണ്ട്. അന്ന് ഇവരൊക്കെ അനീഷിനെ തേച്ചൊട്ടിക്കുന്നത് കണ്ടിട്ട് ആ മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കളിക്കുന്ന നാറിയ കളികൾ ഇന്നലെ രാത്രിയും നടന്നു. ഇന്നലെ രാത്രി ആര്യൻ്റെ നേതൃത്വത്തിൽ അനീഷിനെ എന്തെങ്കിലും ചെയ്യണം. അയാൾ കയറി വന്നാൽ തനിക്ക് പാരയാണ്. അയാൾ ഒന്നുകിൽ ആശുപത്രിയിലാകണം. അയാൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും പറയുന്ന പോലെ നല്ല കളിക്കാരനായിരുന്നു, അവസാനം ആശുപത്രി പോയിട്ട് വന്നില്ലേ എന്ന് പറയിക്കണം എന്നുള്ള തരത്തിൽ ആര്യൻ ഇന്നലെ പല കാര്യങ്ങളും അവിടെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആദില നൂറമാറും അതുപോലെ തന്നെ അനുമോളുമാണ്. അവരൊക്കെ ഇതിന് തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അനീഷാണ് ഇവരുടെയൊക്കെ പൊതുശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ന് നെവിൻ്റെ കയ്യിൽ നിന്നായാലും ഇവരുടെ കയ്യിൽ നിന്നായാലും ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ വെള്ളമില്ലാതെ കിടക്കയിൽ വെള്ളമൊഴിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ന് നടന്നത്. അതുപോലെ തന്നെ എറിഞ്ഞ് തൂറ്റിച്ചില്ലേ, എന്താ നല്ല രീതിയിൽ എറിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് കർമ്മയാണ് മക്കളെ, കർമ്മയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അനുഭവിച്ചു പോകും. ഇപ്പം നെവിൻ്റെ കാര്യം പുറത്താവുമെന്നും നമുക്കറിയില്ല. കാരണം നെവിൻ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പുറത്താകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോഴേ ലാലേട്ടൻ നെവിനെ ഒന്നും പറയത്തുമില്ല. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടന് പോലും ഒന്നും പറയാൻ കഴിയില്ല നെവിനെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെവിന് ഒന്നും പറയാൻ കഴിയില്ല, നെവിനെ പുറത്തുവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാം വിചാരിക്കും നെവിനെ അങ്ങ് പുറത്താക്കുന്നു, ഒരിക്കലും ആക്കൂല. ഇവരൊക്കെ ഒരു ഗ്യാങ് ആണെന്നേ. ഇവരൊക്കെ മൊത്തത്തിൽ എന്ന് പറഞ്ഞൊരു ഗ്യാങ്ങാ. ഇവർക്കെന്ന് പറഞ്ഞാൽ ആകെ ടാർഗറ്റ് അനീഷ മാത്രമേ ഉള്ളൂ. അനീഷ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പോലും അവിടെ ലാലേട്ടൻ അടക്കമുള്ളവർ അപമാനിച്ചിട്ടുണ്ട്. കാരണം ലാലേട്ടനാന്ന് കോമണർ എന്ന് പറയുന്ന പേരിൽ ഈ മനുഷ്യനോട് കയറ്റി വിട്ടത്. ഇപ്പം അച്ഛൻ നുണ പറയുകയാണ്, കോമണർ ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ കണ്ണീര് ശരിക്കും പറഞ്ഞാൽ ദൈവം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ പോലും എന്ന് പറഞ്ഞാൽ പള്ളു പറയാത്ത അല്ലെങ്കിൽ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാത്ത ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ്. ആ മനുഷ്യനെയാണ് ലാലേട്ടൻ അടക്കമുള്ളവർ അവിടെ ജയിലിൽ പിടിച്ചിട്ട്. ഈ ഒരു കാര്യത്തിലും അനീഷ് തന്നെയായിരിക്കും ജയിലിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒക്കും. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തേനീച്ചകളെ പോലെയാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ പരസ്പരം കുത്തിയാലും എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാം ഒക്കും. അങ്ങനെ ഒത്തു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാരുടെ അടുത്ത പണി എന്താ, അനീഷെ ജയിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ജയിലിൽ പോകുന്നത് അനീഷും അതുപോലെ സാബു മേനും ആയിരിക്കും. അത് നിങ്ങൾ കണ്ടോ, വേറെ ആരും പോകാനുണ്ടാവില്ല. കാരണം യുവമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്യാങ്ങാണ്. ഈ ഗ്യാങ് ലീഡർമാരാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാരുടെ ആക്രാന്തത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. യുവമാർക്ക് മുടിഞ്ഞ ആക്രാന്തമാണ്. ആരെങ്കിലും എന്തെങ്കിലും തിന്നാൽ ആ നിമിഷം പോയി തിന്നണം. രാത്രി 2 മണിക്ക് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും അണ്ണാക്കിൽ കൊണ്ടുപോയിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കണം, മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് യുവമാരുടെ ആക്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.